ഇന്ന് എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് ആണ് VLOOKUP. VLOOKUP എന്ന് വെച്ചാൽ വെർട്ടിക്കൽ ലുക്കപ്പ്. VLOOKUPന്റെ മെയിൻ പർപ്പസ് എന്തെന്നാൽ ഒരു ടേബിളിലെ സ്പെസിഫിക് കോളത്തിൽ നിന്നും ഡാറ്റ റിട്രൈവ് ചെയ്യാൻ വേണ്ടിയാണ് VLOOKUP യൂസ് ചെയ്യുന്നത്. ഇത് ഒരു കമ്പനിയുടെ ഡാറ്റാബേസ് ആണ് എന്ന് വിചാരിക്കുക. ഇതിൽ നിന്നും കുറച്ച് എംപ്ലോയി നമ്പർ ഇവിടേക്ക് ഇട്ടു. ഈ ഡാറ്റാബേസിൽ എംപ്ലോയി നമ്പർ, നെയിം, ലൊക്കേഷൻ എന്നിവയുമുണ്ട്. അതിൽ നിന്നാണ് കുറച്ച് എംപ്ലോയി നമ്പർ മാത്രം എടുത്തത്. ഇതിനു നേരെയുള്ള ഡെസിഗ്നേഷൻ ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ ആകെ 15 ആളുകളുടെ ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഈസിയായി നോക്കി ചെയ്യാൻ സാധിക്കും. എന്നാൽ ഈ ടേബിളിൽ 1,00,000-ന് മുകളിൽ ആളുകളുടെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പ്രയാസമാണ്. അതിനുവേണ്ടിയാണ് VLOOKUP ഉപയോഗിക്കുന്നത്. അത് എങ്ങനെ എന്ന് നോക്കാം. ഈക്വൽ VLOOKUP ഫംഗ്ഷൻ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ആദ്യത്തെ ആർഗ്യുമെന്റ് lookup വാല്യൂ. ഈ കോളത്തിൽ ഉള്ളതാണ് lookup വാല്യൂ. എന്താണോ നമ്മൾക്ക് ആവശ്യമുള്ളത് അതിനെയാണ് lookup വാല്യൂ എന്ന് പറയുന്നത്. ആയതിനാൽ ഇത് ക്ലിക്ക് ചെയ്യുന്നു. കോമ. അടുത്തത് ടേബിൾ അറേ. ടേബിൾ അറേ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഡാറ്റാബേസിനെയാണ്. ഇവിടെ എന്തിന്റെ നേരെയാണ് നമ്മൾക്ക് വേണ്ടത് അവിടെ പോയി ക്ലിക്ക് ചെയ്യുക. ഇവിടെ എംപ്ലോയി നമ്പറിന്റെ നേരെയാണ് വേണ്ടത്. ആയതിനാൽ എംപ്ലോയി നമ്പറിന്റെ ഹെഡിങ്ങിൽ പോയി ബിയുടെ മുകളിൽ പോയി ക്ലിക്ക് ചെയ്യുക. ഇനി എന്താണ് വേണ്ടത്? അതായത് ഇവിടെ നമുക്കാവശ്യം ഡെസിഗ്നേഷൻ ആണ്. അതുകൊണ്ട് മൗസിൽ നിന്ന് പിടിവിടാതെ ഡെസിഗ്നേഷൻ വരെ ഡ്രാഗ് ചെയ്യുക. മൂന്നാമത്തെ കോളത്തിൽ ആണ് ഡെസിഗ്നേഷൻ ഉള്ളത്. കോമ. അടുത്തത് കോളം ഇൻഡെക്സ് നമ്പർ. മൂന്നാമത്തെ കോളത്തിൽ ആണ് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ ഉള്ളത്. കോമ. അടുത്തത് ട്രൂ ഓർ ഫാൾസ്. അപ്രോക്സിമേറ്റ് മാച്ച് ആണോ എക്സാക്ട് മാച്ച് ആണോ വേണ്ടത്? ഇവിടെ നമുക്ക് ആവശ്യം എക്സാക്ട് മാച്ചാണ്. ആയതിനാൽ ഫാൾസ്. ബ്രാക്കറ്റ് ക്ലോസ്. എൻ്റർ. താഴെയുള്ള സെല്ലിലേക്ക് കോപ്പി ചെയ്യുന്നു. ഡെസിഗ്നേഷൻ പകരം നെയിം ആണ് ആവശ്യമെങ്കിൽ ഇവിടെ നെയിം എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി ഫോർമുലയിൽ 3 എന്ന് മാറ്റി 2 എന്നാക്കണം. കാരണം നെയിം വരുന്നത് രണ്ടാമത്തെ കോളത്തിൽ ആണ്. എൻ്റർ. താഴെയുള്ള സെല്ലിലേക്ക് ഇത് കോപ്പി ചെയ്യുന്നു. ഇതിൽ ചേഞ്ചസ് വരുത്തിയാൽ അത് റിസൾട്ട് ഇൽ കാണിക്കും.